അമ്മേ, ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം? ഒരു സത്യം വിളിച്ചു പറഞ്ഞ അത് സത്യമാണെന്ന് സമ്മതിക്കോ? ഞാൻ അങ്ങനെ നിന്നെ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഉത്തരം കള്ളമായിട്ട് പറയാൻ? നാരായണ, വേണ്ട നിന്റെ പ്രഹസനം അതിരാവിലെ. താടി മീശയും വെച്ചൊന്ന് വെച്ച് നിന്റെ അമ്മയാടാ ഞാൻ. അങ്ങനെ ഒന്നേ ഒരു പുരുഷന് കിട്ടൂ, ഒരു സ്ത്രീ മാത്രം. എല്ലാരും സ്വാർത്ഥരാ, ഈ അമ്മയും. നല്ല കാലം എന്നൊരു ഓർമ്മയില് കണ്ണീരെല്ലാം ദഹിപ്പിച്ച് ജീവിച്ചോ? എനക്കാവില്ല. അങ്ങനെയൊന്നും പറയില്ല മോനെ. ഗുരുത്തം നഷ്ടപ്പെടുത്തരുത്. അതില്ലാത്തവരാ എങ്ങും എത്താതെ ലക്ക് വിട്ടു പോകുന്നത്. ഒന്ന് ശരിയാണല്ലേ ചേച്ചി. നിന്റെ ഈ പ്രായത്തില് ഞാനും ഞങ്ങളുടെ കൂട്ടരും കാട്ടിക്കൂട്ടിയ സാഹസങ്ങൾ ഓർത്താൽ നിന്റെ ഈ നൊമ്പരം എത്ര നിസ്സാരം. ഇന്നലെ ഏത് പുസ്തകം വായിച്ചിട്ടാ എന്റെ നീ വഴി കിടന്ന് ഉറങ്ങിയത്? അടിവരയിട്ടതായിരിക്കും സ്വപ്നം കണ്ടത്. ഉയർന്ന ബ്രാഹ്മണ ജാതിക്കാരനായ വരരുചിക്ക് ശാപം പോലെ ഈ വചനങ്ങൾ. കിളികൾ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു, താഴ്ന്നതിലും താഴ്ന്ന ജാതിയിൽ നിന്നൊരു പെണ്ണിനെ വേലി കഴിക്കേണ്ടി വരും. ആ, ഇനിയും അടിവര. താഴ്ന്ന ജാതിയിൽ പിറന്ന പിഞ്ചു പെൺകുഞ്ഞിനെ ചങ്ങാടത്തിൽ കിടത്തി ഒരു കുത്തുവിളക്കം കത്തിച്ച് അവർ പുഴയിലൊഴുക്കി. എന്നിട്ടും വിധി വിപരീതം. ആ കരമ്പിപ്പെണ്ണ് ഒരു ബ്രാഹ്മണ തറവാട്ടിൽ വളർന്നു. കറുത്ത സുന്ദരിയും അതിബുദ്ധിമതിയുമായി പഞ്ചമി എന്ന പേരിൽ. നിർത്തുന്നുണ്ടോ നീ ഈ രാവിലെ? അകത്തോടും ഭേദമായിട്ടും നിങ്ങളുടെ രക്ഷയ്ക്ക് നിലനിൽക്കുന്നതുമായ ഈ മാതാവിന്റെ ശക്തിക്ക് കുറവെടുമുണ്ടോ തന്ത്രി? ഇല്ലേ. എന്റെ മാറ്ററിഞ്ഞ് സൂക്ഷിപ്പാറായിരിക്കട്ടെ. ഭാഗ്യത്തെ തന്നെ രക്ഷിക്കാൻ മാതാവ്. ആരാടാ അത്? ഒരിടം വരെ പോവുകയാണ്. അത്താഴം അവിടെ കാത്തിരിക്കുന്നു. എന്റെ തികഞ്ഞ ഈ രൂപത്തെ കാണാനുള്ള ശേഷിയുണ്ടോ നിനക്ക്? ഉണ്ടേ. അത്താഴം തരുവേ ഞാനും കൂടാ. ഞാനിന്നോളം തോറ്റില്ല, നീയോ ജയിച്ചിരിക്കുന്നു. നിനക്ക് അത്താഴം തരാം, എന്റെ പേരും പറയാം, പിന്നെ നിനക്കൊരു വരും. എന്താ നിനക്ക് വേണ്ടത് പറഞ്ഞോളൂ. ഈ മുറിവ് ഉണങ്ങുന്നില്ല, നല്ല വേദന, മടുത്തു.
ഈ വലത്തേക്കാലിലെ മുറിവ് ഒന്ന് ഇടത്തേക്കാലിലേക്ക് മാറ്റി തരുമോ? ആ നാരായണനെ വിളിച്ച് ഉണർത്തിയിട്ടാവാം വിളക്കും പറ്റും. ഒരു കുടുംബം നോക്കേണ്ട പുരുഷൻ പോത്തിനെ പോലെ കിടന്നുറങ്ങുമ്പോ ഒരു സരസ്വതി ഇങ്ങോട്ട് കയറി വരില്ല. നീ അവനെ വിളിച്ച് ഉണർത്താദ്യം, എന്നിട്ടാവാം ദേവിയും മറ്റും. തണുത്ത് വരങ്ങലിച്ച് അത്താഴം ഉണ്ണാനാ വിധി എന്നും. എന്നെ ഇങ്ങനെ തീറ്റിപ്പോറ്റിട്ട് ഇങ്ങക്കൊക്കെ എന്താ കിട്ടുക? ഈ പട്ടിക്കാട്ടി കിടന്നിട്ട് എന്നെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും തോന്നുന്നുണ്ടോ? നീ ഇതുവരെ കണ്ട വേഷങ്ങളൊന്നും ആവില്ല ഇനി അങ്ങോട്ട്. തെക്കോട്ടുള്ളവർ വലിയ നാട്ടുകാരാ.
ഒരുപാട് വേഷങ്ങൾ ഊരുവും ഇടുകയും ചെയ്യുന്ന ഏർപ്പാടാടാ. നീ ആപത്തിലൊന്നും ചാടല്ലേ. ആരും അത്രക്കങ്ങ് വിശ്വസിക്കും വേണ്ട. ഈ തണുത്ത അത്താഴം ഇവിടുത്തെ അച്ഛനെ കാണാൻ ഓനും അവകാശമുള്ളല്ലേ. ഓൻ പോട്ടമ്മേ. ഓൻ ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നൊന്നും മാറി നിൽക്കട്ടെ. ഇവിടുത്തെ അച്ഛൻ. ഇതാണ് എന്റെ ശാപം, എന്റെ മുടക്ക് ന്യായം. നിങ്ങൾക്കൊക്കെ എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്ന് കരയാലോ. ആന്തരികാരും അങ്ങനെ ഒരു തലയിലെഴുത്ത് അനുവദിച്ചിട്ടില്ല. ഇവിടുത്തെ ഗർഭപാത്രത്തിന്റെ നിറം കറുപ്പായിപ്പോയി. അശുദ്ധം പേറുന്ന നിറം. ബ്രാഹ്മണന് പറഞ്ഞിട്ടുള്ള ചോരയുടെ നിറം വെളുപ്പാണെന്നറിയാ. നിർത്ത് അധിക പ്രസംഗി. നിന്റെ അമ്മയെ നീ അവഹേളിക്കുന്ന. നീ ഒന്ന് നിർത്ത്. സത്യം പറയുമ്പോ അവഹേളനം തോന്നുന്നോ? എന്നെ ശപിക്കുന്നതിന് മുമ്പ് ഒന്ന് നന്നായി നോക്ക്. ഈ പറഞ്ഞ അവഹേളനം പേടിച്ചിട്ടാ ഞാൻ പകൽ മുഴുവൻ ഇവിടെ കിടന്ന് ഉറങ്ങി അഭിനയിക്കുന്നത്. നമ്മളെ പെറ്റേ അമ്മ താണ ജാതിക്കാരിയാ. അങ്ങ് ദൂരെ കുട്ടനാട്ടിലെ കറുത്ത വർഗ. നമ്മുടെ അച്ഛനോ കമ്മ്യൂണിസത്തെ വിറ്റ കാശും കൊണ്ട് ബ്യൂറോക്രാറ്റായ ബ്രാഹ്മണ ശുദ്ധിയും. എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റ്? കുറവ് തോന്നുന്നുണ്ടോ? ദാ നോക്ക്, അങ്ങ് വെളുത്ത ലോകത്തേക്ക് ഒരു പാസ്പോർട്ട് എന്ന പോലെ അമ്മയുടെ അച്ഛൻ നമ്പൂരി സമ്മാനിച്ചതാ. ക്ഷമിക്കണം എന്റെ അമ്മേ. സാരില്ലടാ, ചെല്ല് പോയി കുളിച്ചിട്ട് വാ. ഇന്ന് നിന്റെ കറിയാ കാളൻ. കണ്ട അണ്ടനും അടകോടനും ഒക്കെ ജോലി കിട്ടുമ്പോ സഹിക്കാനാവുന്ന ക്ഷമയൊക്കെ മറന്നു പോന്നു. മടുത്തു. വേദനിപ്പിക്കാൻ പറയുന്നല്ല. നിന്റെ ഈ കോലം കണ്ട ആരടന്ന് എനിക്ക് വിശ്വസിച്ച് ജോലി തരിക? ഇപ്പൊ അല്ല ടി വി കാണുന്ന പോലെ അല്ലേ സുന്ദരന്മാരായി വേണം വേഷം കെട്ടാൻ. കൂടെ നിന്റെ മനുഷ്യന് മനസ്സിലാവാത്ത സിദ്ധാന്തങ്ങളും. എനക്ക് പറയണം, പറയാനുള്ളതെല്ലാം പറയണം. പോകുന്നതിന് മുമ്പ് നിങ്ങൾ കേക്ക്. മഹാമനസ്കത വേണം. വിഷം തന്നാലും കുടിക്കണം. തൊണ്ടയിൽ കുടുങ്ങി നൊന്ത് നീറി ജീവിക്കണം. ഇത്തരക്കാരായ ദൈവങ്ങൾ പോലും നമുക്കുണ്ടല്ലോ. പിന്നല്ലേ നമ്മളൊക്കെ ഈയാമ്പാറ്റകൾ. ഈ മൗനം സൃഷ്ടിച്ച ദുശകനം ഞാനാണെന്ന് എനിക്കറിയാം. ഇവിടുത്തെ അച്ഛൻ വീട് വിട്ടിറങ്ങിയത് എന്റെ വാകേറിയ കരച്ചിൽ കേട്ടതിൽ പിന്നെയാണെന്നും അറിയാം. പക്ഷെ എന്തിനായിരുന്നു ആ ഒളിച്ചോട്ടം? തെക്കോട്ടുള്ള ഈ യാത്ര ആർക്ക് വേണ്ടിയാണെന്ന് ഇനിയും എനക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊരാൾക്ക് വേണ്ടി ആരും യാത്ര ചെയ്യല്ലോ ഉണ്ണി. നീ പോയിട്ട് വരണം. അതെ, ഞാൻ പോയിട്ട് വരണം. ആണായി പിറന്ന ഒളിച്ചോടിയല്ലേ പറ്റൂ. എന്റെ നാരായണുണ്ണി, നീ എന്നെ നോക്ക്. ഞാൻ ഓടി ഈ വേഷത്തിൽ ഒളിക്കും. നീ നിന്റെ വേഷം നീ അറിയാതെ കെട്ടണം. പിന്നെ അങ്ങോട്ട് നിന്റെ മുന്നിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒളിച്ചോട്ടം നടത്തും.
ഒന്നും പറയണ്ട. അയ്യോ, ദാ അയ്യപ്പന്റെ പ്രസാദമാ. ഞാൻ തൊടിച്ചു തരാം. എവിടുന്നാ? നമ്പൂരിച്ചാര ബന്ധുവാ? അപ്പൊ ബ്രാഹ്മണനാ? അതെ, പക്ഷെ ഞാൻ അങ്ങ് വടക്കുന്ന. അപ്പൊ എവിടെ തങ്ങാനാ ഉദ്ദേശം? അറിയില്ല. അയ്യോ, അതിനെന്താ, ഞങ്ങളുടെ പടത്തിൽ തങ്ങാവല്ലോ. വാ. പപ്പനാവൻ പാവാ. എന്തോരും വീടും മാളികയും പണിത ആചാര്യ. റെയിൽവേക്കാരും സർക്കാരും വന്ന് ആ പാവത്തിന്റെ വീടും പൊളിച്ചു, സ്ഥലവും അളന്നെടുത്തു. ആചാര്യ ഇപ്പൊ പണിയായുധം തൊടാൻ പേടിയാ പപ്പനാവിനെ. മോളെ, മോളെ, എന്തിയാ കൊച്ച്? മോളെ യസ്രോട്ടി, ദേ, വാ വാ. ഏട്ടനെപ്പ എത്തി? ഇന്നൊരു നല്ല ദിവസം എന്റെ മോളെ. കേറി വാ. കേറി വാ. അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തുദ്ദേശിച്ച അമ്മ ഇത്? ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. ഇതിപ്പോ ആരെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്? പരിചയമില്ലാത്തവരോട് മിണ്ടല്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മേ. മാളുവമ്മയുടെ ശ്രമം തൊടുത്തു പൊങ്ങി തുടങ്ങി. സാറ് വന്നത് നന്നായി. ഒന്ന് വേഗം വന്നാട്ടെ, വന്നാട്ടെ സാറേ. ഉള്ളതെല്ലാം പാവം കിഴവി മക്കൾക്കും കൊച്ചുമക്കൾക്കും വീതിച്ചു കൊടുത്തു. ഒടുവിൽ ഒറ്റയ്ക്ക് കുടിൽ കിടന്ന് ചത്തു. അവരുടെ ഭൂമിയാ, ചുറ്റുമുള്ള പറമ്പെല്ലാം അവറ്റകൾ വിറ്റ് കാശാക്കി നാടും വിട്ടു. കുടില് മാത്രം ബാക്കി. എവിടിട്ട് ചെതയൊരുക്കും? മാളുവമ്മേ ഇറയത്തോട്ട് ഇറക്കി കിടത്ത്. കൊച്ചു പെങ്കൊച്ചായിരുന്നു, സുന്ദരി പെൺകുട്ടി. ഭാര്യ, അമ്മച്ചി, അമ്മൂമ്മ, ദേ ചീഞ്ഞെളിയാൻ തയ്യാറായി. ഒരു പെൺജന്മം. മോനെ, നീ ഇത് എവിടെ പോയതാ? ഇദ്ദേഹം എല്ലാരുന്നേ മാളുവമ്മ ചീഞ്ഞളിഞ്ഞേനെ. ആ ബുദ്ധിമാനാ. നല്ല സംഭാരം. മോൻ കുടിച്ചോ.
അവൾ അങ്ങനെയൊക്കെ പറയും. എന്റെ മോനെ ഒന്നും കാര്യമാക്കണ്ട. വാ കുടിക്ക, വാ വാ. അമ്മേ, വിളിക്ക്. ആരെ? പോവാ. ഒരുപാട് ചോറ് വെച്ചു ഞാൻ. എനിക്കും അമ്മയ്ക്കും കൂടി ഇന്ന് 3-4 ദിവസത്തേക്ക് കാണും. ഒരു വയ്യാവലി വലിച്ചോണ്ട് വരും, എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേന്ന പോലെ. അയ്യോ, അയ്യോ, ഞാനങ്ങ് മറന്നുപോയി എന്റെ കുഞ്ഞെ. എനിക്ക് ആകെ അങ്ങ് മറവിയ, ഓർമ്മകളിലെല്ലാം ചെതലരിച്ച പോലെ മറവിയ. വാ, ഈ അമ്മയോട് പോർക്ക്. വാ, അന്ന് കൈ കഴുക. വാ, വാ. എന്റെ ദൈവമേ, എനിക്ക് അങ്ങ് വയ്യ. ഓ, ഈ ഗുളിക കഴിച്ചാ പിന്നെ ഇങ്ങനെയാ, ഉറക്കത്തോടെ ഉറക്കം. എഴുന്നേറ്റ് നിന്നാലും കണ്ണു തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇവള് നിർബന്ധിക്കുന്നോണ്ടാ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഗുളികയൊക്കെ കഴിച്ച് കിറങ്ങി ഉണരുവോ? ദേ വാ വാ. കുളിക്കണം കുളിക്കണം, കുളിച്ച് ശുദ്ധമായിരിക്കണം എപ്പോഴും. ഇന്ന് എന്തായാലും അവൾ എന്നെ സഹായിക്കത്തില്ല, നീ ഉണ്ടല്ലോ. നീ ആ മുറിയൊന്നും വെടിപ്പാക്കില്ലേ മോളെ? പോകട്ടെ, പൊടിയെല്ലാം തൂത്തുവാരി ആ കിടക്കയൊക്കെ ഒന്ന് തല്ലി കുടഞ്ഞു വയ്ക്ക്. ആ ജന്നലൊക്കെ ഒന്ന് തുറന്നിട്, നല്ല വെട്ടവും വിളിച്ച് വെച്ചിട്ട് കയറട്ടെ. വാ പതുക്കെ. ആ വാ വാ വാ. അവളെ കുഞ്ഞിലേ മുതൽ നോക്കി വളർത്തിയത് എന്റെ ജ്യേഷ്ഠനാ. മക്കത്തായത്തിന് പുരുഷനില്ലാതാവുമ്പോ മരുമക്കത്തായം രക്ഷിച്ചു എന്ന് പറയാം. മഹാനായ ആട്ടക്കാരനായ ഏട്ടൻ, തങ്കപ്പെട്ട മനസ്സാ. എന്റെ മോളില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ കത്തി എരിഞ്ഞേനെ. എനിക്കിട്ട ചിതയൽ അവളിരുന്ന് നേറി നേറി പുകയുവാ. ആ എന്റെ ഒരു ഭാഗ്യം ഒന്ന് ആലോചിച്ച് പോവായിരുന്നു. അയ്യപ്പാ ധർമ്മശാസ്താവേ, ദേ ഞാനിപ്പൊ ഈ വരമ്പേന്ന് തന്നെ ആ ചെളിക്കുണ്ടിലോട്ട് വീണാ നീ എന്തോ ചെയ്യും?
ഏ എന്റെ അയ്യപ്പ, ഇവനും ഞാൻ ഭ്രാന്തിയാണെന്നാ കരുതിയേ. അച്ഛൻ നമ്പൂരി ഉണ്ടായിരുന്ന കാലത്ത് ഈ ഗ്രാമം ഒരു വലിയ രാജ്യം പോലെ ആയിരുന്നു എനിക്ക് കേട്ടോ. പക്ഷെ എന്നെയും കൊണ്ട് കുളിക്കടവിലേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. അതൊന്നും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ പെട്ടിരുന്നില്ലെന്നേ. ഇറങ്ങി വാ. വാ പതുക്കെ. കല്ലുണ്ട് അവിടെ കേട്ടോ. പതുക്കെ. അങ്ങോട്ട്. ഒന്നൂടെ. താങ്ക്സ്. ഇതാരോട് നമ്പൂരി? അപ്പൊ ഇതാരടോ? ജോർജ് കുട്ടി, മാപ്പിളക്കുട്ടി. അപ്പൊ ഇതോ? ജോർജ് കുട്ടി. ഈ കൈ കൊണ്ടേ വായുവില് മുദ്രൂത്തി കാട്ടിയാ മതി. വേറെ അനാവശ്യമൊന്നും കാണിക്കണ്ട, മനസ്സിലായോ?
തണുത്ത കട്ടൻ ചായ, ഇവിടുത്തെ ഞാലിപ്പൂവല്ല പഴവും. ഒരുത്തം വീട് വിട്ടിറങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നോ? മടുപ്പ്. ചില സത്യങ്ങൾ മടുത്തോന്നു കൂടി അറിയേണ്ടിയിരിക്കുന്നു. എൻ്റെ കാര്യത്തിലും ശരിയാ, പ്രത്യേകിച്ച് ചില സത്യങ്ങൾ മടുത്തോന്നതിൽ. പറയോ കൂടുതൽ? എനിക്ക് കഥകളേക്കാൻ വലിയ ഇഷ്ടാ. ഇത് കഥയല്ല, സത്യങ്ങൾ വെറുക്കുന്ന പോലെ മടുക്കുകയും ചെയ്യും. ഈയിടെ വണ്ടി ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. എൻ്റെ അമ്മയുടെ നാടായത്, മാമ്പഴക്കരി. അതൊരു ഓണംകേറാമൂലം വെള്ളക്കുഴിയാന്ന് അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ട്. അമ്മയും കൂട്ടരും സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു, വിപ്ലവകാരികൾ, സത്യസന്ധരായ വിപ്ലവകാരികൾ. എൻ്റെ അച്ഛൻ നമ്പൂരി പണ്ട് ഈ നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്, വിപ്ലവത്തിന്റെ പേരിൽ. ആ ചോരത്തിളപ്പിൽ ജാതിയും തൊലിന്റെ നിറവും ഒക്കെ ഇല്ലാണ്ടാവുമല്ലോ. അങ്ങനെ കരിപ്പട്ടി പോലെ കറുത്ത എൻ്റെ അമ്മയും കൊണ്ട് അന്ന് എൻ്റെ അച്ഛൻ ഒളിച്ചോടി. എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒളിച്ചോട്ടം. പിന്നീട് അങ്ങോട്ട് ഒളിച്ചോട്ടങ്ങളുടെ കാലമായിരുന്നു. ഈ മഠത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒളിച്ചോടിയെന്നൊന്നും അമ്മ പറയത്തില്ല. എൻ്റെ നമ്പൂരി എന്നെ ഇട്ടേച്ചും പോയിന്നാ അമ്മയുടെ പറച്ചിൽ എപ്പോഴും. എന്തോ എനിക്കിടെയെല്ലാം പരിചിതം പോലെ. കുട്ടിയുടെ ഈ കൗതുകവും കുട്ടിയുടെ അമ്മയുടെ തുടുത്ത കവിളും ചിരിയും എല്ലാം. ഈ കുട്ടി എന്നുള്ള വിളി വേണ്ടാട്ടോ. ജയശ്രൂട്ടിന്ന് അങ്ങ് വിളിച്ച എനിക്കിവിടെ ധൈര്യത്തോടെ ഇരിക്കാലോ. പുരുഷന്മാരെന്നെ ജയശ്രൂട്ടിന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. മോളെ ജയശ്രുട്ടി, നിന്റെ അമ്മ എവിടെ? ഓ, ഞാനേ ഇവിടുത്തെ കാർന്നോരാ. ധാരാളം ആട്ടമൊക്കെ ഉള്ള ഒരാളാ, ബിസി. ജയശ്രീ എന്റെ ജയശ്രൂട്ടിയാ. അവൾ എന്തൊക്കെയാണാവോ പറഞ്ഞു തന്നത്. മോളെ ജയശ്രൂട്ടി, ഇന്നൊരു കളിയുണ്ട്, നമ്മുടെ മാപ്പിളക്കുട്ടിയുടെ വകയാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം.
ഓ നമസ്കാരം. ഗുളിയ ഗുളിയ ഗുളിക കൊണ്ടുപോവാ മോളെ. ദാ, സീരിയൽ കാണാൻ പോവാ. ഇരുന്ന് ഉറങ്ങിക്കളയല്ലേ. 7:30 അടിക്കുമ്പോ വരണം. 7:30 അടിക്കുമ്പം വരണം. ഒരു ആട്ടും തുപ്പും കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത്. സിക്കന്ദറും അബൂട്ടിയും നിന്നെ കണ്ട് മാപ്പ് പറയണമെന്നും പറഞ്ഞ് എൻ്റെ കൂടെ വന്നതാ. പക്ഷെ ഇങ്ങോട്ട് വരാൻ എനിക്ക് മാത്രമേ അനുവാദം കിട്ടിയുള്ളൂ. നിന്നെ ഞങ്ങൾക്ക് വേണം. സുപ്രീം കോടതി വരെ പോയാലും ശരി, നിന്നെ ഞങ്ങൾ പുറത്തിറക്കും. ഇല്ലെങ്കിൽ ബാബയുടെ ആത്മാവ് പൊറുക്കില്ല. പുഴ പോയി മഴ പോയി പുളിനങ്ങളിൽ നേർത്ത ജലമർമ്മരത്തിൻ്റെ ചേലുപോയി. ഹരിതാഭ പൊയ്പോയി സുഗന്ധവും കുളിരുമായി ഒരു തെന്നലെത്താത്ത കാലമായി. കരിമേഘമില്ലാത്ത പകലുപോൽ കനകാഭ ചൊരിയുന്ന നക്ഷത്രമണ്ഡലം പോൽ ഒരു സ്വപ്നമുണ്ടുള്ളിലതു മാത്രമാണിനി വിപണനം ചെയ്യുവാനേക വസ്തു. കുളിമറക്കം കൊച്ചു കൂട്ടരെ നമ്മൾക്കു കുളിയും കളിയും മറന്നിരിക്കാം. കുടിനീരിനായി കുമ്പിൾ കുത്തിയ കയ്യുമായി തെരുവുതോറും നടന്നിരവു തേടാം. ഗതി മാറിയൊഴുകട്ടെ പമ്പയെന്നാലെന്ത് ഗതി നമ്മൾ മുന്നോട്ടൊരുക്കയല്ലേ. തല തിരിഞ്ഞാലെന്ത് തലയില്ല എങ്കിലെന്തറിയില്ലവയുടെ പാടഭേദം. ഒരു കൈക്കുടന്ന തെളിനീരുമായി കടവിലൊരു മാത്രയങ്ങനെ നിന്നിടുമ്പോൾ പിറകിൽ നിന്നാരോ വിളിച്ചു ചൊന്നിടുന്നു, വില തന്നു വേണം ജലമെടുക്കാൻ. അതു കേട്ടു ഞെട്ടിത്തെറിച്ചു കയ്യിൽ നിന്നു ജലമത്രയും വീണു ചിതറിടുമ്പോൾ കഠിനകാലത്തിൻ്റെ കൽപ്പടവിൽ നിന്ന് നിലവിളിയോരോന്നുയർന്നു കേൾപ്പൂ. വില തരില്ലാർക്കുമീ നദി അമ്മയാണെൻ്റെ വിലയറിയാത്തൊരു നിധിയുമാണ്. വില തരില്ലാർക്കുമീ നദി എൻ്റെ ഉയിരാണ്, വിമല ജന്മാർജിത പുണ്യമാണ്. ഏകലോചനം ചെയ്യാൻ അറിയാവുന്ന ഏക കഥകളി നടൻ ഈ കാരക്കലീശ്വരൻ നമ്പൂരിയാണ്. ഈ ഏകലോചനം കൊച്ചു കാര്യമാണോ? മുഖത്തിന്റെ 2 ഭാഗത്ത് 2 ഭാവങ്ങൾ വരണം ഒരേ സമയത്ത്. എന്താ കഴിയോ? അതറിയാവുന്ന ഒരാളും ജീവിച്ചിരിപ്പില്ല, ഈ ഞാൻ ഒഴികെ. തകഴി കുഞ്ചുകുറുപ്പ് ഈ മലയാളം കണ്ട മഹാകഥകളി നടൻ. അദ്ദേഹം ഡൽഹിയിൽ പോയി പ്രസിഡന്റ് രാധാകൃഷ്ണന്റെ മുമ്പിൽ കഥകളി ആടി. സാക്ഷാൽ രാധാകൃഷ്ണൻ തലപ്പാവൂരി അദ്ദേഹത്തെ വണങ്ങി എന്നാണ് കഥ. അദ്ദേഹത്തിന്റെ ശിഷ്യൻ മഹാനടൻ തോട്ടം ശങ്കരൻ നമ്പൂരി, എൻ്റെ അഭിവന്ദ്യ ഗുരു. ഞാൻ ആരാകേണ്ടവനാ? പറ്റിപ്പോയി, എപ്പോഴോ പറ്റിപ്പോയി. കുരുത്തക്കേട്, ഈ കുരുത്തക്കേട് ഞാൻ അർഹിക്കുന്നുണ്ടോ മാപ്പിളെ? തലയിലുറയ്ക്കാത്ത കിരീടം, അരയിലുറയ്ക്കാത്ത കച്ച.
എടോ മാപ്പിളെ, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? നിന്റെ മനസ്സ് ഞാൻ കാണുന്നു. അവളെ പൊന്നുപോലെ ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നേ. പക്ഷേ നല്ല നിലയിൽ എത്തിക്കാൻ ജാതിയും മറ്റും മറക്കേണ്ട കാലമായി നമ്മുടെ ഈ ദൈവത്തിൻ്റെ നാടിന്. ഗ്ലോബലേഷൻ്റെ കാലമല്ലേ ഇത്? നീ എനിക്ക് ഡോളറല്ലേ കിമ്പളം തരുന്നത്? നമ്മുടെ പുരയിടവും ഗ്ലോബലേഷൻ്റെ ഭാഗം തന്നെ. ഒരുണങ്ങിയ വേലി, അത് ചെതല് തിന്ന് തീരുമ്പം നമ്മളെല്ലാം ബന്ധുക്കളും. പോരാ പോരാ ഇരട്ടിച്ചാട്ടെ. ഇത് നിനക്ക് തന്നെ വേണ്ടിയാ മാപ്പിളെ. അവളുടെ തടി നിനക്കുള്ളതല്ലേ. എടോ നമ്പൂരി, ഈ നന്ദി എന്നൊരു വാക്ക് മുദ്രയാക്കിയെങ്കിലും ഒന്ന് കാണിച്ചിട്ട് പൊയ്ക്കൂടെ? അതൊരു ശാപമാണോ നമ്മുടെ ഭാഷയുടെ? നന്ദിന്ന് എത്ര പേര് ഈ നാട്ടിൽ പറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹാരഥന്മാരാരും അങ്ങനെ ഒരു മുദ്രയെ പറ്റി ചിന്തിച്ചിട്ടില്ല. നാണക്കേടാടോ മാപ്പിളെ, നമ്മുടെ സംസ്കാരത്തിന് തന്നെ നാണക്കേട്. എന്നാലും താങ്ക്സ്. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനും മറ്റും കാശ് തീരാറായി. അമ്മാവനെന്നെ കാണാൻ വന്നില്ലെങ്കിൽ എല്ലാരും പട്ടിണിയാവും. ഇട്ടേച്ച് പോയാലും കുഞ്ഞിനെ തന്ന അച്ഛനെ മറക്കാൻ ഒക്കത്തില്ല. മോനെ, പെറ്റിടുന്നത് നമ്പൂരിശാരാണെങ്കിലും അച്ഛന്റെ ഗുണദോഷങ്ങളൊക്കെ കാണും. അതിപ്പോ ശാപമാവാം, നല്ലതിനും ആവാം. ഒരമ്മയുടെ തലയിലെടുത്ത് പോലെ ഇരിക്കും. പെണ്ണ് സ്ത്രീ ആവുന്നതേ വേലി കഴിക്കുമ്പോഴല്ലയോ പണ്ടൊക്കെ. എന്റെ മോടെ കഷ്ടപ്പാടും മറ്റും ഞാനും കാണുന്നില്ലയോ? ദാ നോക്ക്, പെണ്ണ് ഭരിച്ചാലും വാഴിയാലും അവസാനം പുരുഷന് നൊമ്പരം കൊള്ളിക്കാനുള്ള സൗന്ദര്യവും മാംസവും തന്നെ. മോനമ്മ നമ്പൂരിശാര് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? പറയുന്നതും പറയാത്തതും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. വാ.
വാടകയെന്ന് കരുതി വാങ്ങിച്ചാ മതി. പൈസ എൻ്റേതല്ല. വല്ലപ്പോഴേ സ്വന്തം സമ്പാദ്യത്തിന് അമ്മ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാറുള്ളൂ. ഡയറക്ടറായ പിരിഞ്ഞ്. പക്ഷേ അത് വെച്ചോളൂ. പച്ചക്കറി എണ്ണയും തീർന്നിരിക്കാം. അമ്മയുടെ മരുന്നിന്റെ റെസിറ്റ് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. പൊടിയരി 1 കിലോ മതിയാവും. അമ്മയ്ക്ക് വലിയ കൊതിയാ പൊടിയരി കഞ്ഞിയും പാവയ്ക്കാൻ മെഴുക്കുവരട്ടിയും. പൊടിയേരി ഉണ്ടോ? നമ്പൂരിയാണല്ലേ? കാരക്കാമഠത്തിലെ ബന്ധുവാണെന്നും മിടുക്കനാണെന്നും ഒക്കെ കേട്ടു. നന്നായി. എത്രക്കാ പൊടിയേരി? 1 കിലോ മതിയാവും. എന്തോന്നായി? നമ്പൂതിരിയുടെ വെളുപ്പിലിത്തിരി എന്റെ നിറം. തെറ്റിയില്ല, ഒട്ടും തെറ്റിയില്ല. കണ്ണുകൾ എപ്പോഴും സത്യം പറയൂ, മനസ്സാ കള്ളി. നമ്പൂരി കറുമ്പിയ വേളി കഴിച്ച പിന്നെന്താ കിട്ടുക? എൻ്റെ അമ്മയുടെ കറുപ്പും വീടും വേരുകളും ഒക്കെ ഈടെ എവിടെയോ. ഇവന്റെ കൊതി എന്താണെന്ന് അറിയാവോ? ഒരു വെളുത്ത പെണ്ണിനെ കെട്ടാൻ. നിന്റെ കൊതിയെ പറ്റി പറയട്ടോ. പങ്കനവന്റെ പേര് മാറ്റാൻ കൊതി. പിന്നെ ആണ്ടുതോറുമുള്ള കൊടിമരം മുറിക്കൽ അവസാനിപ്പിച്ച് നല്ല ഇരുമ്പ് കൊണ്ടുള്ള ഒരു കൊടിമര തൂണ്. എനക്ക് കൊതിയും സ്വപ്നങ്ങളും എല്ലാം ഒരുതരം ഭീതിയാ. കുറച്ച് കള്ളു കുടിച്ചോണ്ട് ഇപ്പൊ ഒരു ധൈര്യം. അല്ലെങ്കിൽ ഇങ്ങനൊക്കെ പറയാനും എനക്ക് പേടിയാ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഒരിലയിന്ന് നിങ്ങളോടൊപ്പം നക്കി തിന്നുമ്പോ ഒക്കെ പറയണോന്നൊരു തോന്നല്. എൻ്റെ അച്ഛനാ എൻ്റെ പേടിയും കൊതിയും സ്വപ്നവും എല്ലാം. തെറ്റുകൾ മാത്ര എൻ്റെ അച്ഛൻ നമ്പൂതിരിയുടെ സമ്പാദ്യം. അങ്ങനെ നാളിതുവരെ ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. പൂനൂലും മറ്റും മറന്ന് ഒരു പ്രസ്ഥാനത്തിന്റെ ബലത്തിൽ ഇന്നാട്ടുന്ന ഒരു കറുമ്പിയെ വേളി കഴിച്ചത് മാത്രം ബഹുമാനം. ബാക്കി മുഴുവൻ വൃത്തികേടാ എൻ്റെ അച്ഛൻ്റെ കഥകള്. ഒരു തികഞ്ഞ എസ്കേപ്പിസ്റ്റ്. മനസ്സിലായില്ല. ഇന്ന് വെച്ചാ ഒളിച്ചോട്ടക്കാരൻ. സഖാവായിരുന്നോ? അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. കമ്മ്യൂണിസം വിട്ടൂന്ന് എഴുതി കൊടുത്ത അക്കാലത്ത് ഓശാരത്തിന് യൂണിവേഴ്സിറ്റി പോയി പഠിക്കായിരുന്നു. ഓപ്പർച്യൂണിസ്റ്റ്. അച്ഛൻ നമ്പൂരി ആ വഴിക്ക് പോയ ആളാ. മനസ്സിലായില്ലേ? കമ്മ്യൂണിസം വിറ്റ് കാശാക്കി എന്നർത്ഥം. അന്തക്കാലത്തും അത്തരക്കാരുണ്ടായിരുന്നോ? ഞാനത് വിലക്കെടുക്കത്തില്ല. കോൺഗ്രസ് ആയെന്നോ മറ്റോ പറ. അങ്ങനെ വല്ലതും ആയിരിക്കും. ആ ജോർജ് കുട്ടി, വേൾഡ് ബാങ്ക് ഇനിയും മുതലാളിയുടെ ഊഴ പറഞ്ഞാട്ടെ. എന്താ കൊതി? അവനാ മിടുക്കൻ. ജോർജ് കുട്ടി അവനേ വിസ്റ്റ. Ha ha ha.
കാളൻ ഇഷ്ടമാണോ? ഇത് ചേമ്പിട്ട കാളനാ. ഞാൻ കറുത്തതാണെന്ന് എഴുതിയോ? പെണ്ണ് വെളുവിളാ വെളുത്തതാവണോന്ന് എഴുതിയോ? എഴുതിയോ? എഴുതിയടാ. ഉണ്ണിയേ, സമയമായോ? ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ആ, ഡോക്ടർ പറഞ്ഞതാണ് ശരി. നീന കുറച്ച് ദിവസം ഈ ചുറ്റുപാടിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പൊ എന്തായാലും എനിക്കോ നിനക്കോ മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറാൻ പറ്റില്ല. അതുകൊണ്ട് നിന്റെ ഡാഡി അവളെ ഒന്ന് മാറ്റി നിർത്തി പഴയതുപോലെ ആക്കിയെടുക്കട്ടെ. അതുവരെ നമുക്കവനെ കാണാതിരിക്കാം. ഉദ്ദേശം പവിത്രമായാലും ചിലപ്പോൾ അദൃശ്യമായ ആളുകൾ കടന്നു വരാം. അതുകൊണ്ടിതാ പുതിയ മഞ്ഞൾ ആയുർവേദ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയതിന്റെ ആന്റിസെപ്റ്റിക് ഫോർമുല അംഗോപാംഗം ഒളിഞ്ഞിരിക്കുന്ന അണുക്കളെ അകറ്റുന്നു, മൃദുലത പകരുന്നു, പവിത്രമാക്കുന്നു. പുതിയ മഞ്ഞൾ, കുടുംബത്തിന് മുഴുവനും ആയുർവേദ സംരക്ഷണം. കാണാൻ ഇറങ്ങിയെന്ന് പറയുമ്പോ ഏതറ്റം വരെയാണാവോ? ഇത്തിരി വലിയ നാടാണ് ഈ കുട്ടനാട്. അറിയോ, ഞങ്ങളുടെ ഈ സുന്ദരിയെ നശിപ്പിച്ച കാലനായി തുരുമ്പ് പിടിച്ച പാളം. എത്ര എത്ര കാവും അമ്പലവും പള്ളിയും കുരിശുമാണെന്നോ ഈ ഇരുമ്പ് കഷ്ണങ്ങൾ തകർത്ത് കളഞ്ഞത്. വന്ന് എന്റെ കുടിലും കയറി അവരളന്നു. അളക്കാൻ വന്നപ്പോഴേ എനിക്ക് അവരെ ആട്ടിപ്പായിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആരാ, ഒരു കൃമി. നെടുകെ നീളെ അവരളന്നു. എന്റെ പൊന്നുമോൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവരവന്റെ നെഞ്ചത്തൂടെ അളന്നത്. എന്റെ എല്ലാം പോയി. ഐശ്വര്യം വരും, നാട് തന്നാവും, പണം വരും എന്നൊക്കെ എല്ലാരും പറഞ്ഞു. എന്റെ എല്ലാം പോയി. പോയത് പോട്ടെ പപ്പനാശാരി. ദേവാൻ എന്തറിയാം? ഒരച്ഛന്റെ തൊമ്പര് എന്താ ദേവാൻ അറിയോ? അച്ഛാന്ന് വിളിച്ച് പഠിക്കണ കുഞ്ഞിന്റെ ചുണ്ടയിലാണ് ദേവാനെ. പിന്നീട് അച്ഛന്റെ ആത്മാവ്. അച്ഛാന്ന് ശബ്ദത്തിന്റെ ശക്തി ദേവാൻ അറിയോ? ആ വിളി കേട്ട് ഉളരും, ഉറങ്ങാൻ കിടക്കും. ഈ കുട്ടനാട് മുഴുവൻ ചിന്തേരിട്ട് വിരിക്കാനുള്ള ശക്തിയും കൊണ്ടാ ഞാൻ ഇറങ്ങി പോവുക. ആ വിളിയാതെ എന്നെ കൊല്ലാതെ കൊല്ലുന്നേ. പോവാം. രണ്ട് കട്ടൻ. എന്റെ കാശില്ല. കാശ് എന്റെ അല്ല. കഴിക്കാൻ വല്ലതും വേണോ? എല്ലാം കഴിക്കാം. ആ, നിങ്ങളെ തിരക്കി ഇറങ്ങിയതാ. എന്താ കേപ്പി അന്തിപ്പുലരി അടിക്കാൻ? അല്ല, മാമ്പഴക്കരി വരെ ഒന്ന് പോണായിരുന്നു. എന്നെ അതുവരെ ഒന്ന് എത്തിക്കാവോ? അതിപ്പോ അങ്ങോട്ടിപ്പോ ബോട്ടൊന്നും പോവുകയല്ല, മുഴുവൻ പായൽ കയറി കിടക്കുമായിരിക്കും.
വേൾഡ് ബാങ്ക് വിചാരിച്ചാൽ നടക്കും. ആ ആ തുഴക്കാരൻ ജയനെ കൂടെ വിളിച്ചേക്കാം. ഞാൻ ഒറ്റയ്ക്ക് തുഴഞ്ഞ എത്തുകയല്ല. ഇനി അങ്ങോട്ട് മാമ്പഴക്കരിയാ. ആ ചേട്ടാ പോയി. ഈ കരീച്ചറ എന്ന വീടേതാ? കരീച്ചറയോ? ആ കാട്ടിച്ചറ എന്നൊരു വീടുണ്ട്. പക്ഷെ അതെല്ലാം പൊളിഞ്ഞെടുക്കുക. കാടും കയറി അവിടെ ആരും താമസമില്ല. ആ നീ ഇപ്പൊ എന്നാ ചെയ്യും? എനിക്കു ദാഹിക്കുന്നു. ആ ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നുവോ? तत्र रुक्मा रुक्मा
ആ ഇത് അമ്മയ്ക്ക് മരുന്നൊക്കെ മുറതെറ്റാതെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഉം? ഉം. മാപ്പിളക്കുട്ടി, ഈ കൈ ശുദ്ധമാണ്. നീ എന്നോട് എന്തിനാ ദേഷ്യം കാണിക്കുന്നത്? ഇനിയിപ്പോ എന്നെ തല്ലിയിട്ടോ കൊന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നീ നിന്റെ മിടുക്ക് കാണിക്കേണ്ടത് അവനോടാ, അല്ലെങ്കിൽ അവളോട്. ആ തനിക്കാണത്തോല്ലെന്ന് നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണോടോ എളുബ്യൻ നമ്പൂതിരി? പാച്ചാ ശരിയാ ഇല്ല. മാപ്പിളക്കുട്ടിയുടെ കൈ അശുദ്ധാക്കി നമ്പൂരി. ഉറക്കം നടിച്ചും ഞാൻ ചിലപ്പോ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോവുക. അകത്തമ്മ നമ്പൂരിക്ക് നല്ല അന്തർജനമാവണമെങ്കിൽ എന്താ വേണ്ടതെന്നറിയാവോ? കണ്ണ് തുറന്നങ്ങ് അന്ധയാവണം, കാത് തുറന്നങ്ങ് ബധിരയാവണം, വാ തുറന്നങ്ങ് മൂകയാവണം. കല്ല് കുടിച്ചു പിന്നെ. വേണ്ടിയിരുന്നില്ല. സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. താമസിച്ചു പോയി, ക്ഷമിക്കുക. ആ ജോർജ് കുട്ടിയും കൂട്ടരും, അവരെ കണ്ട പിന്നെ സമയത്തിന്റെ വില നഷ്ടാവുന്നു. സത്യം പറഞ്ഞ ഇതാദ്യമായിട്ടാ സമയത്തിന്റെ വില എനിക്ക് മനസ്സിലാവുന്നത്. നന്ദിയുണ്ട്.
ആരും കൊളുത്തിയിട്ടില്ല. ആയിരക്കണക്കിന് വെളുത്ത പെണ്ണുങ്ങളുണ്ടാ ഈ നാട്ടില്. വിഷമിക്കാതിരി, ക്ഷമ വേണം. കാലും പൊളിച്ച് ഈ മതാമ്മമാരൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു ജോർജ് കുട്ടിയെ? എത്ര എണ്ണമാ എന്റെ അയ്യപ്പാ. എന്റെ വീടാ ഇത്, നമ്മുടെ റെയിൽപാളം. ഒരു രഹസ്യം. എന്നോട് ഒത്തിരി സ്നേഹം വരുമ്പോഴും എനിക്ക് അദ്ദേഹത്തോട് പിടിവിട്ടു പോകുന്ന സന്തോഷം തോന്നുമ്പോഴുവാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. മോളെ ജയസൂട്ടിയേ, ആ മൊന്തയിൽ ഇച്ചിരി വെള്ളോ ഒരു തോർത്തോ ഇഞ്ഞെടുത്തോണ്ട് വാ. കണ്ടോ, ഇതൊന്നും തുരുമ്പിച്ചിട്ട് പോലും ഇല്ലല്ലോ. അതെങ്ങനെ തുരുമ്പിക്കാനാ? എന്റെ ഈ മനസ്സിൽ പൊതിഞ്ഞു വെച്ചിരിക്കുമല്ലോ ഇക്കാലം മുഴുവനും, സ്നേഹത്തിൽ പൊതിഞ്ഞ്. ആ അദ്ദേഹത്തിന്റെ മണം. എന്റെ മക്കളെ, അയ്യോ അയ്യോ, എന്റെ അച്ഛ, അയ്യോ എന്റെ മോളെ, എന്റെ മോളെ, നമ്മുടെ കടമെല്ലാം തീരുവേ അച്ഛ. ഈ പണം ഇനി എന്തിനാ? ചേച്ചി ചേച്ചി അവളും പോയി. നന്നായി. കടം വാങ്ങി പണക്കാരനാവും മനസാക്ഷിയില്ലാത്തവൻ. അത് കുറച്ച് കൂടുതലുള്ളവൻ പാവം. കടം വീട്ടാനാവാത്ത ദുഃഖത്തിൽ തന്റെ ജീവൻ ഭൂമിക്ക് നഷ്ടപ്പെടുത്തുന്നു. എനിക്കങ്ങ് മനസ്സിലായില്ല കേട്ടോ, ഒന്ന് തെളിച്ചു പറയോ? മനസാക്ഷി ഇല്ലാത്തവൻ പണക്കാരനാവും, മനസാക്ഷി ഉള്ളവൻ കടക്കാരനും.
കണ്ണാടി നോക്കി ചിരിക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. നൊമ്പരം മുഴുവൻ പടർന്നു കയറുമ്പോ, കനച്ചു നീറുമ്പോ മനം കാട്ടിത്തരുന്ന, വഴി കാട്ടിത്തരുന്ന എന്റെ സ്വാർത്ഥതയത്. നിന്റെ അച്ഛൻ നമ്പൂരി വന്നോടി മോളെ? എന്റെ നമ്പൂരി നല്ല മനുഷ്യനായിരുന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ അന്തർജനമായിട്ട് കഴിയണം എന്നുള്ള ഒറ്റ സാഠ്യം മാത്രം. നിനക്ക് അന്തർജനം എന്ന് വെച്ചാൽ എന്തുവാന്നറിയാവോ? ആ കത്തമ്മ, ഉള്ളിന്റെ ഉള്ളിലേക്ക് എത്തി നിൽക്കുന്ന, ഒളിച്ചു നിൽക്കുന്ന സ്ത്രീ, നമ്പൂരിക്ക് വെച്ച് വിളമ്പുന്ന നമ്പൂരി സ്ത്രീ. ഞാനതായിരുന്നേ അദ്ദേഹത്തിന്. എന്റെ ഏട്ടനൊഴികെ ബന്ധുക്കളെല്ലാം പരലോകപ്രാപ്തരായി. ഞാനും എന്റെ മോളും ഒറ്റയ്ക്കായി. എന്റെ നമ്പൂരിയെ കാണാതെയും പോയി. എന്റെ തലയുടെ താളം തെറ്റിയത് കൊണ്ടാ എന്റെ നമ്പൂരി എന്നെ ഇട്ടേച്ച് പോയത്. പോട്ടെ, പോയത് പോട്ടെ. നീയും ഇട്ടേച്ച് പോവോ? ആ പാച്ചന്റെ അളിയൻ കടങ്കേറി ചത്തു. കൂട്ടത്തിലെ പാവം മോളെയും കൊന്നു. കേട്ടു കേട്ടു, കേക്കാതിരുന്നാ മതിയായിരുന്നു. പരമ പോക്കർത്തരമല്ലയോ അവൻ ചെയ്തത്. എനിക്കങ്ങോട്ട് സ്വാഗതിപ്പിക്കാൻ ഒക്കുന്നില്ല ഉണ്ണി. പണ്ടൊക്കെ നെല്ലും പതിരും ഭൂമിയൊക്കെ ജന്മിമാര് പത്തായത്തി പൂട്ടിയിടുന്ന കാലത്തെ കർഷകർ ഇമ്മാതിരി മണ്ടത്തരമൊന്നും കാണിച്ചിരുന്നില്ല. കഷ്ടം. എന്റെ കുട്ടിക്കാലത്തെ കർഷകർ കമ്മ്യൂണിസ്റ്റിൽ ചേരുമായിരുന്നു. ഇപ്പൊ വന്ന് വന്ന് എത്രയെത്ര നിറങ്ങളുള്ള കൊടികളാണെന്നോ. ഒന്നിന്റെ അർത്ഥം എന്റെ തലയിൽ ഉദിക്കാതായി. ഒരുപാട് കള്ളു കുടിച്ചു എന്ന് വെച്ച് അത്താഴുണ്ണാണ്ട് കിടക്കണ്ട. ദാ അയ്യോ, ശോ.
മുതലാളിത്തത്തിന് ലാൽസല്ല, തലക്കെട്ട്. കൊൽക്കത്ത. രാജ്യത്തിന് സോഷ്യലിസം അസാധ്യമാണെന്നും ബംഗാളിൻ്റെ വ്യവസായ വികസനത്തിന് വിദേശിയും സ്വദേശിയുമായ മൂലധനം അത്യാവശ്യമാണെന്നും മുൻ മുഖ്യമന്ത്രി ജ്യോതി ബസു അഭിപ്രായപ്പെട്ടു. മാർക്സിസം ലെനിനിസത്തിന്റെ അടിത്തറ തന്നെ ഇളക്കുന്ന ഈ പ്രഖ്യാപനം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്കകത്താണ് നാം പ്രവർത്തിക്കുന്നതെന്നും കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനശിലയായ വർഗസമര സിദ്ധാന്തത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ബസു പറഞ്ഞു. മോശം. ബാക്കി വായിക്കട്ടോ? ഇനിയിപ്പോ കൂടുതൽ എന്നാ വായിക്കാനാ? ഇതിന്റെ അർത്ഥം ഇനി കണ്ട തുരുത്തിലെല്ലാം കേറി കവുങ്ങൊക്കെ വെട്ടി കൊടിമരം ഉണ്ടാക്കണ്ടെന്നാണോ? എല്ലാം ദൈവ നിശ്ചയം. ഹലോ, അതെ അതെ അതെ, അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് വിശ്വസിക്കുന്നു. പണം നമുക്കൊരു പ്രശ്നമല്ലല്ലോ. ശരി 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 ശരി, ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ ശരി. ഇങ്ങനെ കാണുന്നതാ ഭേദം. പകുതിക്ക് രാഷ്ട്രീയം കളിച്ചിട്ട് എനിക്ക് കിട്ടിയത് പാതി കണ്ണ. ജ്ഞാനത്തിനായി കുമ്പിൾ നീട്ടുന്ന പൂവിൻ്റെ ജാതി ചോദിക്കുന്നു വ്യോമസിംഹാസനം. ജീവന്റെ നീതിക്കിരക്കുന്ന പ്രാവിൻ്റെ ജാതകം നോക്കുന്നു ദൈത്യന്യായാസനം. ഇരുളും വെളിച്ചവും തിരമിച്ചു തുള്ളാത്ത പെരിയ സത്യത്തിൻ്റെ നിർവികാരത്വമായി ഉറവിൻ്റെ കല്ലെറിഞ്ഞുട പിറന്നവർ കൂകി നാരായണത്വ പ്രാന്തൻ. ഈ അടിവരയിട്ടിരിക്കുന്നതൊക്കെ ഇഷ്ടപ്പെട്ട വരികളാ? അല്ല, ഇഷ്ടപ്പെടാത്ത ജീവിതത്തിലെ അടിവരയിട്ട വരികളാ. എനിക്ക് ഈ പറഞ്ഞതും അടിവരയിട്ട വരികളും ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. ഈ പുരുഷന്മാരൊക്കെ എങ്ങനെയാ എന്നെ കളിപ്പെടുത്തുക. അതെ, അതാണ് സത്യം. ഈ കവിതയുടെ ഒക്കെ അർത്ഥം ഒന്ന് ചൊല്ലിയും പറഞ്ഞും തരുമോ? ഷോ, ഇതൊന്നേ ഈ പുരുഷന്മാർക്ക് വേണ്ടു. കാണുന്നല്ലേ ഭേദം എന്റെ ജയശ്രുട്ടിയെ. എന്റെ കറുമ്പി അമ്മയ്ക്ക് അവരൊരു മൂക്കുത്തി ഇടിച്ചു, കുറച്ച് ബ്രാഹ്മണത്വം വരുത്താൻ.
പൂട്ടിയിറങ്ങിയാലല്ലേ താക്കോല് വേണ്ടു. ഇങ്ങനെ ഇരുന്ന് തുരുമ്പിക്കട്ടെ. താളിയായോ മക്കളെ? ഇവിടെ ഒരു ഏഭ്യൻ താമസിക്കുന്നുണ്ട് എന്നറിയുന്നു. ഞാൻ ആ ഏഭ്യനും ചെലവിന് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടോ? ഇല്ല ഇല്ല എന്ന് പറയാനാണ് ആട്ടക്കാലത്തെ തിരക്കിനിടയിലും ഇങ്ങോട്ടിപ്പോൾ എഴുന്നള്ളിയത്. മനസ്സിലാവുന്നുണ്ടോ സ്ത്രീകൾക്ക്, അന്തർജനങ്ങൾക്ക്? ഇക്കാലത്ത് ഏതേഭ്യനും കോട്ടും ടൈയും കാറും വീടുമൊക്കെ ബാങ്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന സമ്പ്രദായങ്ങളാ. എന്നാൽ ഈ ഞാനോ ഈശ്വരാധീനം കൊണ്ട് കിട്ടിയ ഒരു കല. ആരുടെയും ഔദാര്യമല്ല. കണ്ട അണ്ടനും അടകോടനും ബാങ്ക് വായ്പയ്ക്കിടുന്ന വേഷമല്ല ഇത് എന്നറിയുക. അവന്റെ ജാതിയും സമ്പ്രദായങ്ങളും ഒന്നും ചോദിക്കാതെ മഠത്തിൽ കയറ്റി പൊറിപ്പിക്കുക. മഠം നിറഞ്ഞ പെൺകുട്ടിയല്ലേ ഇവള്? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയുവോ? പൂണുനൂലും വായ്പയ്ക്ക് കിട്ടുന്ന കാലമായത്. അത് മറക്കണ്ട. അവനോട് പറയുക എന്നെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന്. ഒരുപാട് പൂണൂലിട്ടവരെ കണ്ടിരിക്കുന്നു. പറയണോ? പറയിപ്പിക്കണോ? ആട്ടി ഇറക്കാനും പിണ്ണം വയ്ക്കാനേ കഴിയുമെന്ന് വെച്ചാ മറക്കുക, അങ്ങ് മറക്കുക. എന്നുണ്ണിയെ സമാധാനമായിട്ട് വാഴാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ ഇറങ്ങുക. ആ ഭാഗം തന്നെ അങ്ങോട്ട് അഭിനയിച്ച് ആസ്വദിക്കുക. ഇറങ്ങുക ഇപ്പൊ തന്നെ, ഞങ്ങക്ക് കണ്ട. പോയോ അധർമ്മങ്ങൾ വിദിതം വിദിത ആയേ ചെയ്തു പോയോ അധർമ്മങ്ങൾ ഭഗിനി പൊറുക്കും ഭാഗിനേ ക്ഷമിക്കും ഭഗിനി പൊറുക്കും ഭാഗിനേ ക്ഷമിക്കും സർവം സഹയ വസുദേ സർവം സഹയ വസുദേ സംവരിക്കുകയും ശാപ ജന്മം സംവരിക്കുകയും
ഈശാബ കടവിൽ ടെമ്പോലൂർക്കാരൻ ഇറക്കി വെച്ചാ ഇവിടെ തരാൻ പറഞ്ഞു. ഓ
ഞാൻ കറുത്തതാണെന്ന് എഴുതിയോ? പെണ്ണ് വെളുവിളാ വെളുത്തതാവണോന്ന് എഴുതിയോ? പോയി, രണ്ടും പോയി. നടന്നില്ല. എക്സ്പ്രസ് വണ്ടിയിൽ രണ്ടും പോയി. രണ്ടും നല്ല മുഹൂർത്തങ്ങളും പാഴായി. എന്റെ പൊന്നുമോനെ, അവന്റെ അച്ഛന്റെ തീവണ്ടി വെട്ടിക്കേറിയ മുഖവും വിരലും കൈയും കാലും ഒക്കെ കാണുമ്പോ താങ്ങാനാവൂ എന്റെ ദൈവങ്ങളെ. എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ, പൊന്നുമോനെ. അടുത്ത വണ്ടി ഇവിടെ നിർത്തുന്ന വണ്ടിയാ, തിരുവനന്തപുരം വണ്ടി. എക്സ്പ്രസ് രണ്ടും പോയി. ഇനി നാളെ വരെ കാത്തിരിക്കണം. വാ.
വരും.